ടെൻഡൻസിയിലെ നെക്സ്റ്റ് ടോപ്പിക് പഠിക്കാനുള്ളത് മോഡാണ്. അപ്പൊ എന്താണ് മോഡ്? മോഡ് ഓഫ് എ ഡാറ്റ ഈസ് ഡിഫൈൻഡ് ആസ് ദ വാല്യൂ ദാറ്റ് ഈസ് റിപ്പീറ്റഡ് മോസ്റ്റ് ഓഫൺ ഇൻ ദ ഡാറ്റ. ഇറ്റ് ഈസ് ദ ഒബ്സർവേഷൻ ഹാവിംഗ് ദ മാക്സിമം ഫ്രീക്വൻസി ഇൻ എ ഡാറ്റ. അതായത് ഒരു ഡാറ്റയില് ഏറ്റവും കൂടുതൽ തവണ ഏത് നമ്പറാണോ റിപ്പീറ്റ് ചെയ്യുന്നത് ആ നമ്പറാണ് മോഡ്. മോഡ് ഈസ് സംടൈംസ് കോൾഡ് ദ ഫാഷനബിൾ ആവറേജ് ഓർ ബിസിനസ് ആവറേജ്. മോഡിന് ചില സമയങ്ങളില് ഫാഷനബിൾ ആവറേജ് അല്ലെങ്കിൽ ബിസിനസ് ആവറേജ് എന്നുള്ള പേരിലും അറിയപ്പെടാറുണ്ട്. ഇപ്പൊ നോക്കൂ, നേരത്തെ മീഡിയനും അരിതമെറ്റിക് മീനും കാൽക്കുലേറ്റ് ചെയ്തതുപോലെ മോഡിലും റോ ഡാറ്റയുണ്ട്, ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ടൈപ്പ് ഉണ്ട്, കണ്ടിന്യൂസ് ഫ്രീക്വൻസി ടൈപ്പ് ഡാറ്റയുണ്ട്. ഈ മൂന്നിലും എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. നോക്കൂ, ഈ മൂന്ന് സെറ്റ് ഓഫ് ഡാറ്റ നോക്കുക. ആദ്യത്തെ സെറ്റ് ഓഫ് ഡാറ്റയില് 12, 17, 17, 39, 41, 44, 54, 67, 82 ഇത്രയും നമ്പേഴ്സിലെ ഏത് നമ്പറാണ് ഏറ്റവും കൂടുതൽ ടൈംസ് റിപ്പീറ്റ് ചെയ്യണമെന്ന് നോക്കുക. അപ്പൊ നോക്കൂ, 17 ആണ് 2 ടൈംസ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. മോഡ് ഈക്വൽ ടു 17. Then consider second set of data. സെക്കൻഡ് സെറ്റ് ഓഫ് ഡാറ്റയില് 115 എന്നുള്ള നമ്പറാണ് 2 തവണ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യനില് മോഡ് ഈക്വൽ ടു 115. Then ക്വസ്റ്റ്യൻ നമ്പർ 3യിലുള്ള വാല്യൂസ് 1.2, 1.4, 1.9, 2.0, 2.4, 3.5, 3.9, 4.3, 5.2 ഇത്രയും നമ്പേഴ്സിൽ ഏത് നമ്പറും റിപ്പീറ്റേഷൻ ഇല്ല. അതുകൊണ്ട് എന്തെഴുതാം? നോ മോഡ്. ഇനി നോക്കൂ, ഒരു സെറ്റ് ഓഫ് ഡാറ്റ 27, 27, 32, 32, 49, 32, 27, 49. നോക്കൂ, ഈ സെറ്റ് ഓഫ് ഡാറ്റയില് 27 1, 2, 3 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. 32 1, 2, 3 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കേസ് വരുമ്പോൾ മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് മോഡ് ഈക്വൽ ടു 27 ആൻഡ് 32 ആണ്. ഇങ്ങനെ രണ്ട് മോഡാണ് വരുന്നതെങ്കിൽ ഇതിനെ പറയുന്ന പേരാണ് ബൈ മോഡൽ ഡാറ്റ. ഇത് ബൈ മോഡൽ ആണ്. ഇനി 2ൽ കൂടുതൽ മോഡ് വരുന്നുണ്ട്. ചില സന്ദർഭങ്ങളിൽ 2ലധികം വാല്യൂസുകള് ഒരുപോലെ റിപ്പീറ്റ് ചെയ്യുന്നുവെങ്കിൽ നമ്പർ ഓഫ് ടൈംസ് റിപ്പീറ്റേഷൻ സെയിം ആണ് എന്നുണ്ടെങ്കിൽ മൾട്ടി മോഡൽ ഡിസ്ട്രിബ്യൂഷൻ. അതായത് നോക്കൂ, ഇനി ഇതില് 49 എന്നുള്ളൊരു നമ്പർ 3 ടൈംസ് റിപ്പീറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കൂ. ഇപ്പോ 27 3 ടൈംസ് റിപ്പീറ്റ് ചെയ്യേണ്ട, 32 3 ടൈംസ് ഉണ്ട്, 49 എന്നുള്ള നമ്പറും 3 ടൈംസ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. 2ൽ കൂടുതൽ നമ്പേഴ്സുകൾ ഒരേ തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള കേസിനെ പറയുമ്പോൾ മൾട്ടി മോഡൽ എന്നാണ് പറയുന്നത്. ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ എങ്ങനെയാണ് മോഡ് കാൽക്കുലേറ്റ് ചെയ്യുക? സോ ഇവിടെയും പറയുന്നത് ഹയസ്റ്റ് ഫ്രീക്വൻസി ഏത് നമ്പറിനാണോ ഉള്ളത് ആ നമ്പർ ആയിരിക്കും മോഡ്. ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് രണ്ടും എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇപ്പൊ മോഡിന്റെ ഡെഫിനിഷൻ തന്നെ പറഞ്ഞത് ഏറ്റവും കൂടുതൽ തവണ ഏത് നമ്പറാണോ റിപ്പീറ്റ് ചെയ്യുന്നത് ആ നമ്പറാണ് മോഡ് എന്ന് പറഞ്ഞിരുന്നു. ഇതില് ഫസ്റ്റ് സെറ്റ് ഓഫ് ഡാറ്റ, ഈ ഫസ്റ്റ് സെറ്റ് ഓഫ് ഡാറ്റയില് ഏത് ഫ്രീക്വൻസി ആണ് കൂടുതൽ എന്ന് നോക്കുക. നോക്കൂ, ഫ്രീക്വൻസി ഏറ്റവും കൂടുതൽ നമ്പർ ഉള്ളത് ഏതാണ് നോക്കൂ, 13 ആണ് കൂടുതൽ ഫ്രീക്വൻസി.
സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് മോഡ്. സോ മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സെറ്റ് ഓഫ് ഡാറ്റന്റെ മോഡ് 4 ആണ്. അതേപോലെ സെക്കൻഡ് സെറ്റ് ഓഫ് ഡാറ്റ നോക്കൂ. ഇതിലെ നമ്പർ ഫ്രീക്വൻസി ഏതാണ് കൂടുതൽ എന്ന് നോക്കുക. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി 23 ആണ്, ഏറ്റവും വലിയ നമ്പർ. ഈ ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് മോഡ്. സോ സെക്കൻഡ് സെറ്റ് ഓഫ് ഡാറ്റന്റെ മോഡും എന്ത് തന്നെയാണ് കിട്ടിയത്? 4. ഇങ്ങനെയാണ് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ടൈപ്പിലുള്ള ഡാറ്റയുടെ മോഡ് കണ്ടുപിടിക്കുക. ഇനി പറയുന്നത് കണ്ടിന്യൂസ് ഫ്രീക്വൻസിയുടെ മോഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ്. സോ മോഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് ഈ കാണുന്നത്, അത് നോക്കുക. എൽ എന്താണ്, F1 എന്താണ്, F0 എന്താണ്, F2 C എല്ലാം ഇതിൽ സ്പെസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പ്രോബ്ലത്തിലൂടെ കാര്യങ്ങൾ പറഞ്ഞു തരാം. ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആണ് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം ശ്രദ്ധിക്കാനുള്ളത് തന്നിരിക്കുന്ന ക്ലാസ് ഇൻക്ലൂസീവ് ആണോ എക്സ്ക്ലൂസീവ് ആണോ എന്നുള്ളത് നോക്കണം. ഇവിടെ നോക്കൂ, 21 to 22. പിന്നെ നെക്സ്റ്റ് ക്ലാസ് തുടങ്ങുന്നത് 23ലാണ്. അപ്പൊ നോക്കൂ, വേറെ നമ്പറിൽ തുടങ്ങുമ്പോൾ ഇത് എന്ത് ക്ലാസ് ആണെന്ന് പറഞ്ഞു? ഇൻക്ലൂസീവ് ആണ്. ഈ ഇൻക്ലൂസീവ് ക്ലാസ്സിനെ എന്താക്കി മാറ്റണം? എക്സ്ക്ലൂസീവ് ആക്കണം. ഇൻക്ലൂസീവ് ക്ലാസ്സിനെ എക്സ്ക്ലൂസീവ് ക്ലാസ്സസ് ആക്കി മാറ്റാനുള്ള പ്രൊസീജിയർ ചാപ്റ്റർ 3 ഡിസ്കസ് ചെയ്തിരുന്നു. ഇൻക്ലൂസീവ് ക്ലാസ്സസിനെ എക്സ്ക്ലൂസീവ് ക്ലാസ്സസ് ആക്കി മാറ്റുന്നു. ലോവർ ലിമിറ്റിൽ നിന്ന് 0.5 മൈനസ് ചെയ്യും, അപ്പർ ലിമിറ്റിന്റെ കൂടെ 0.5 കൂട്ടി കൊടുക്കും. അന്നേരം കിട്ടുന്ന ക്ലാസ്സസ് 22.5 to 24.5, 24.5 to 26.5, 26.5 to 28.5, 28.5 to 30.5. നോക്കൂ, ഇൻക്ലൂസീവ് ക്ലാസ് എക്സ്ക്ലൂസീവ് ക്ലാസ് ആയി മാറി. സോ ഞാൻ ഇതിവിടെ ഹെഡിങ് ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ദെൻ ഈ കോളം ഫ്രീക്വൻസി 7, 13, 22, 10, 8. ഇത്രയും ആയി കഴിഞ്ഞാല് മോഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എഴുതിയിടുക. മോഡ് ഈക്വൽ ടു L പ്ലസ് F1 മൈനസ് F0 into C divided by 2F1 minus F2 minus F0. നോക്കൂ, L പ്ലസ്, ഈ എല്ലിന്റെ താഴെ എന്തില്ല? ഡിവിഷൻ ഇല്ല. ഡിവിഷൻ ഇത്രയും ടേംസിന് മാത്രമേ ഉള്ളൂ, അതൊന്ന് നോട്ട് ചെയ്യണം. L പ്ലസ്. ഇനി ചെയ്യാനുള്ളത് തന്നിരിക്കുന്ന ഡാറ്റയില് ഫ്രീക്വൻസി ഏറ്റവും കൂടുതൽ ഏതിനാണ് വെച്ചാല് അതാണ് മോഡൽ ക്ലാസ്. ഈ തന്നിരിക്കുന്ന ഡാറ്റയിലെ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി, ഏറ്റവും വലിയ നമ്പർ 22 ആണ്. ഈ 22 വരുന്ന ക്ലാസ്സിനെ മോഡൽ ക്ലാസ് ആയിട്ട് എടുത്തു. ഈ മോഡൽ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആണ് L. ഈ ഫ്രീക്വൻസി മോഡൽ ക്ലാസിന്റെ ഫ്രീക്വൻസിനെയാണ് F1 എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇതിന് തൊട്ട് മേലെയുള്ള ഫ്രീക്വൻസി F0 ആണ്, തൊട്ട് താഴെയുള്ള ഫ്രീക്വൻസി F2 ആണ്. ഇപ്പൊ എളുപ്പമുണ്ട് ആലോചിച്ച് വെക്കാൻ. മോഡൽ ക്ലാസിന്റെ ഫ്രീക്വൻസിന് F1. ഇപ്പൊ 1ന് തൊട്ട് മേലെ 1 നിന്ന് ഒന്ന് കുറച്ചു കഴിഞ്ഞാൽ 0 ആണ്, 1ൽ നിന്ന് ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ 2 ആണ്. ആ രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചു. എന്നതിന് ശേഷം ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വിച്ച് ഈസ് ഈക്വൽ ടു L എന്ന് വെച്ചാല് ലോവർ ബൗണ്ട് 24.5 പ്ലസ്, നോക്കൂ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, F1 മൈനസ് F0. F1 എന്ന് പറഞ്ഞാല് 22 മൈനസ് F0 13
ഇൻറ്റു സി. സി എന്ന് വെച്ചാല് നമ്മൾ എടുത്തിരിക്കുന്ന മോഡൽ ക്ലാസിന്റെ ഇന്റർവെല്ലാണ് സി. 24.5 ടു 26.5 ഈ ക്ലാസിന്റെ ഇന്റർവെല് സി എന്ന് വെച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 2 ആണ് കിട്ടുക. ഇനി നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും ഇതേ പ്രൊസീജിയർ തന്നെയാണ്. ചില കേസുകളില് മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും മോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാലും പ്രോബ്ലം തരുമ്പോൾ എല്ലാ ക്ലാസിന്റെ ഇന്റർവെല്ലും ഈക്വൽ ആവണം എന്നില്ല. ചില ക്ലാസിന്റെ ഇന്റർവെല്ല് 5 ആവും, ചിലത് 10 ആവും, ഒരേ സെറ്റ് ഓഫ് ഡാറ്റയിൽ തന്നെ. അങ്ങനെയാണെങ്കിലും നിങ്ങൾ എടുക്കുന്ന മോഡൽ ക്ലാസിന്റെ ക്ലാസ് ഇന്റർവെൽ ഏതാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന മീഡിയൻ ക്ലാസിന്റെ ക്ലാസ് ഇന്റർവെൽ എത്രയാണോ അതാണ് സി ആയിട്ട് എടുക്കാനുള്ളത്. ഓക്കെ, ഇവിടത്തെ ക്ലാസിന്റെ ക്ലാസ് ഇന്റർവെല് 2 ആണ്. സിന്റെ വാല്യൂ 2 ആണ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു F1 22 മൈനസ് F2 10 മൈനസ് F0 തൊട്ട് മേലെയുള്ള വാല്യൂ 13. ഇനി നോക്കൂ, ഇവിടെ 2F1 മൈനസ് F0 മൈനസ് F2 ഇങ്ങനെയാണ് നിങ്ങൾ ഫോർമുല എഴുതുന്നതെങ്കിലും കറക്റ്റ് തന്നെയാണ്. രണ്ടും മൈനസ് ആവണമെന്നേ ഉള്ളൂ. ഞാൻ ഇവിടെ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞിട്ട് തെറ്റല്ല. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 24.5 പ്ലസ്, ശ്രദ്ധിക്കുക കേട്ടോ, ഇതിന് താഴെ ഡിവിഷൻ ഇല്ല. 22 13 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 9 ഇൻറ്റു ബ്രാക്കറ്റിന്റെ വെളിയിൽ ഒരു 2 ഉണ്ട്, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 22 44 മൈനസ് 10. രണ്ടും ഒരേ സിമ്പിൾ, അപ്പൊ രണ്ടും കൂടെ കൂട്ടുമ്പോ കിട്ടുന്നത് 23 ആണ്. സൈൻ എന്താണ്? രണ്ടും കൂടെ കൂട്ടുക, നെഗറ്റീവ് സിമ്പിൾ എഴുതിയിട്ടു. വിച്ച് ഈസ് ഈക്വൽ ടു 24.5 പ്ലസ് 18 ഡിവൈഡഡ് ബൈ 44ൽ നിന്ന് 23 മൈനസ് ചെയ്ത് 21. 24.5 പ്ലസ് 18 ഡിവൈഡഡ് ബൈ 21 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.857. ഇവ തമ്മിൽ സം ചെയ്യുക. സോ മോഡ് കിട്ടുന്ന വാല്യൂ മോഡ് ഈക്വൽ ടു 24.5ന്റെ കൂടെ 0.857 സം ചെയ്തു, വിച്ച് ഈസ് ഈക്വൽ ടു 25.357 ആണ് മോഡ്. നോക്കൂ, ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ പറഞ്ഞു തരാം, മോഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് 2 കോളത്തിലാക്കി എഴുതിയിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത്, തന്നിരിക്കുന്ന ഡാറ്റ ഇൻക്ലൂസീവ് ആണോ എക്സ്ക്ലൂസീവ് ആണോ നോക്കുക. എക്സ്ക്ലൂസീവ് ആയിട്ടാണ്, സോ ആ ഭാഗം ക്ലിയർ ആണ്. ഇനി ചെയ്യാനുള്ളത് ഫോർമുല എഴുതി. മോഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല, മോഡ് ഈക്വൽ ടു L പ്ലസ് F1 മൈനസ് F0 ഇൻറ്റു സി ഡിവൈഡഡ് ബൈ 2F1 മൈനസ് F0 മൈനസ് F2. ഇനി L എന്ന് വെച്ചു കഴിഞ്ഞാൽ ലോവർ ബൗണ്ട് ആണ്. ആരുടെ ലോവർ ബൗണ്ട് ആണ്? ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഏത് ക്ലാസ്സിലാണോ ഉള്ളത് അതാണ് നമ്മുടെ മോഡൽ ക്ലാസ്. അതിന്റെ ലോവർ ബൗണ്ട് ആണ് L. നോക്കൂ, ഈ തന്നിരിക്കുന്ന ഡാറ്റയില് ഏറ്റവും കൂടുതൽ നമ്പർ ഫ്രീക്വൻസി ഉള്ളത് 27ലാണ്. സോ 27 ആണ് മോഡൽ ക്ലാസ്. ഇതിന് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്തു. ഈ മോഡൽ ക്ലാസിന്റെ ലോവർ ലിമിറ്റിനെയാണ് L എന്ന് പറഞ്ഞ് വിളിച്ചത്. സോ L ഈക്വൽ ടു 20 ആണ്. പ്ലസ് ഈ മോഡൽ ക്ലാസിന്റെ ഫ്രീക്വൻസിനെയാണ് F1 പറഞ്ഞു വിളിച്ചത്. ഇതിന്റെ തൊട്ട് മേലെയുള്ള ഫ്രീക്വൻസി F0 ആണ്, തൊട്ട് താഴെയുള്ള ഫ്രീക്വൻസിനെ F2 ആയിട്ടാണ് എടുത്തത്. ഇനി വേണ്ടത് ക്ലാസ് ഇന്റർവെൽ സി ആണ് വേണ്ടത്. 20 to 30 ഈ ക്ലാസിന്റെ ഇന്റർവെൽ എത്രയാണ്? 10. F1 എന്ന് വെച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 27 മൈനസ് F0 18 ഇൻറ്റു ക്ലാസ് ഇന്റർവെൽ 10 ഡിവൈഡഡ് ബൈ
2 into F1. F1 എത്രയാ 27 മൈനസ് F0. F0 18 F2 20 മൈനസ് 18 മൈനസ് 20 which is equal to 20 plus 27ൽ നിന്ന് 18 പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും? 9 into 10 divided by 2 into 27 54 minus 18 minus 20. ശ്രദ്ധിക്കാനുള്ളത് ഇത്രയും ഭാഗത്തിന് മാത്രമേ എന്തുള്ളൂ? ഡിവിഷൻ ഉള്ളൂ. അല്ലാതെ 20ക്ക് എല്ലിന് ഡിവിഷൻ ഇല്ല. വിച്ച് ഈസ് ഈക്വൽ ടു 20 plus 90 divided by 54 minus 38. ഇത് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്നതിന്റെ കൂടെ 20 സം ചെയ്യുമ്പോൾ വരുന്ന ആൻസർ 25.625 ആണ്. ചെയ്തു നോക്കുക. മോഡിനെ ഗ്രാഫിക്കലായിട്ടും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്തതുപോലെ. അപ്പൊ അതെങ്ങനെയാണ് ആ പ്രൊസീജിയർ എന്നുള്ളത് തൊട്ടു മുമ്പ് ചെയ്ത അതേ പ്രോബ്ലം വെച്ചിട്ട് പറഞ്ഞു തരാം. വൈ ആക്സിസ് വരഞ്ഞു, എക്സ് ആക്സിസ് വരഞ്ഞു, അടയാളപ്പെടുത്തണു. എക്സ് ആക്സിസില് 10, 20, 30, 40, 50, 60 മാർക്ക് ചെയ്തു. വൈ ആക്സിസില് 5, 10, 15, 20, 25, 30, മാക്സിമം ഫ്രീക്വൻസി 27 വരെയേ ഉള്ളൂ. അപ്പൊ 30 വരെ മാർക്ക് ചെയ്തു. ഇനി വേണ്ടത് ഫസ്റ്റ് ക്ലാസ് 0 to 10 വരെയുള്ള ഫ്രീക്വൻസി നോക്കുക. 12 ആണ്. അപ്പൊ 0 to 10 വരെയുള്ള ഫ്രീക്വൻസി 5, 10, 12 ഇവിടെ നിന്ന് താഴത്തേക്കൊരു ലൈൻ വരയണു. Then 10 to 20 വരെയുള്ള ഫ്രീക്വൻസി 18. അപ്പൊ 10 to 20 വരെയുള്ള ഫ്രീക്വൻസി ഇത് 15 ആണ്. 18 ഇവിടെ. സ്കെയിൽ യൂസ് ചെയ്തിട്ട് വേണേ നിങ്ങൾ വരയാൻ. കണ്ടിന്യൂസ് ആയിട്ടുള്ള വെർട്ടിക്കുലർ ബാറുകളാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞിരുന്നു. ഈ ഡാറ്റ യൂസ് ചെയ്തുകൊണ്ട് ഹിസ്റ്റോഗ്രാം വരഞ്ഞു കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് ഈ ഗ്രാഫിലുള്ള ബാറുകൾ നോക്കുക. ഈ ബാറുകളിൽ ഹൈയസ്റ്റ് ബാർ ഏതാണ്? ഹൈയസ്റ്റ് ബാർ 20 to 40. അത് ആസ് യൂഷ്വൽ നമുക്ക് അറിയുന്നതാണ്. ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഏതിനാണോ ഉള്ളത് അതായിരിക്കും ഹയസ്റ്റ് ബാർ എന്ന്. സോ 20 to 30 ആണ് ഹയസ്റ്റ് ആയിട്ടുള്ള ബാർ. ഈ ഹയസ്റ്റ് ബാറിന് തൊട്ട് കിടക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഇവിടെ നിന്ന് ഒരു ഡയഗണല് ഈ ബാറിലേക്ക് വരയണം. നോക്കൂ, ഇങ്ങനെയാണ്. തൊട്ടുള്ള ബാറിൽ നിന്ന് ഒരു ഡയഗണൽ ഇതുപോലെ വരയണം. സെയിം ഇങ്ങേ ഭാഗത്തും ഒരു വെർട്ടിക്കൽ ബാർ ഉണ്ട്. ഇതിന്റെ ഈ കോർണറിൽ നിന്ന് എഗെയിൻ ഒരു ഡയഗണൽ ഇതുപോലെ വരയുന്നു. ഇങ്ങനെ 2 ഡയഗണലുകൾ വരഞ്ഞു എന്നതിന് ശേഷം ഇവ പോയിന്റ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് ഒരു ലൈൻ വരയ്ക്കുക. അപ്പൊ ഇതാണ് കൂട്ടിമുട്ടിയിരിക്കുന്ന പോയിന്റ്. അതിൽ നിന്ന് നേരെ താഴത്തേക്ക് കേട്ടോ. ഇവിടെ നിന്ന് നേരെ താഴത്തേക്ക് ഒരു ലൈൻ വരയണു. ഈ വന്ന് ജോയിൻ ചെയ്യുന്ന എക്സ് ആക്സിസിൽ വന്ന് ജോയിൻ ചെയ്യുന്ന പോയിന്റ് എത്രയാണോ അതാണ് മോഡ്. സോ 20 കഴിഞ്ഞ് 25 അതിന് തൊട്ടാണ് കിടക്കുന്നത്. സോ 25.6 ഇതാണ് മോഡ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് മോഡ്. മോഡിന്റെ മെറിറ്റും ഡിമെറിറ്റ്സും. അതിൽ ഫസ്റ്റ് പോയിന്റ്, മെറിറ്റിലുള്ള ഫസ്റ്റ് പോയിന്റ്
Mode is easy to calculate and understand. It can sometimes located merely by inspection. Second point, mode is not affected by extreme values. Third point, it can be determined for open-end classes. Fourth point, mode is the only average that work with categorical data. Demerits. Mode is sometimes ill-defined. It is not defined rigidly. There are distributions with no mode, one mode, two mode, etc. Second point, it is not based on all the observations. Third one, it is not capable of further mathematical treatment. Fourth point, it is affected by the fluctuations of sampling. 4 പോയിന്റ്സ് മെറിറ്റിലും 4 പോയിന്റ്സ് തന്നെയാണ് ഡിമെറിറ്റ്സിലും ഉള്ളത്. If you like the video, please subscribe and press the bell icon.